ആൻഡ് ഗൈറോമിക്ക് ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് നത്തിങ്ങിന്റെ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണും ഇതിന്റെ ഓൾഡർ വെർഷൻ ആയിട്ടുള്ള നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് 6.7 ഇഞ്ചസിന്റെ 1.07 ബില്യൺസ് കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന HDR10+ന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനൊപ്പം 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് 1300 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസിനോടൊപ്പം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് 6.8 ഇഞ്ചസിന്റെ 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന HDR10+ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷിനോടൊപ്പം 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗും 1800 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിനോടൊപ്പം Gorilla Glass Victusന്റെ പ്രൊട്ടക്ഷനാണ് ഈ ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് 32 മെഗാപിക്സലിന്റെ സോണിയുടെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 1080p 60 fps വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. HDR സപ്പോർട്ട് ചെയ്യുന്ന 1080p 60 fps വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ മെയിൻ ക്യാമറ സെൻസേഴ്സ് നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് 50 മെഗാപിക്സലിന്റെ സോണി വൈഡ് ആംഗിൾ OIS സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 fps 1080p 30 അല്ലെങ്കിൽ 60 fps വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ നത്തിങ്ങിന്റെ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് ട്രിപ്പിൾ ക്യാമറയോടൊപ്പം 50 മെഗാപിക്സലിന്റെ സോണി 24mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ PDAF ആൻഡ് OIS സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ഫൈനലായിട്ട് 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 fps 1080p 30 അല്ലെങ്കിൽ 60 fps വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് രണ്ട് സ്മാർട്ട് ഫോണാത്ത് യൂസ് ചെയ്തിട്ടുള്ള പവർഫുൾ ചിപ്സെറ്റ് വൈസ് നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് MediaTek Dimensity 7200 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സ്മാർട്ട് ഫോണാത്ത് Android 14നോടൊപ്പം നത്തിങ് OS 2.5 ലാണ് വന്നിട്ടുള്ളത്. 2.8 GHz CPU-നോടൊപ്പം UFS 2.2 സ്റ്റോറേജ് ടൈപ്പിലാണ് ഈ സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് Snapdragonന്റെ 7+ Gen 3 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 15നോടൊപ്പം നത്തിങ് OS 2.5ന്റെ വെർഷനിലാണ് വന്നിട്ടുള്ളത്. 2.8 GHz CPU-നോടൊപ്പം UFS 2.2 വെർഷനാണ് ഈ സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് രണ്ട് സ്മാർട്ട് ഫോണാത്ത് യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് വൈസ് നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 5 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാത്ത് സെയിം ആയിട്ടുള്ള 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 45 വാട്ട്സിന്റെ ഫാസ്റ്റ് വയർഡ് ചാർജിങ്ങും 5 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺ നമുക്ക് ഓൺലൈനോടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നത്തിങ് ഫോൺ 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ 24,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ 128 GB സ്റ്റോറേജിലാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ നത്തിങ് ഫോൺ 3 ചെക്ക് ചെയ്യുവാണെങ്കിൽ 25,000 രൂപയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിനോടൊപ്പം 128 GB സ്റ്റാർട്ടിംഗ് വേരിയന്റിലാണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതൊക്കെയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മിച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത വർഷം കാണാം.